ഡെസേർട്ട് ഉണ്ടാക്കിയാലോ? മിൽക്ക് കേക്ക് പുഡിങ് വേഗം ഉണ്ടാക്കാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് ഞാൻ പറഞ്ഞുതരാം. 5 മുട്ടയ്ക്ക് 1 കപ്പ് മൈദ, 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ 5 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ദെൻ അതിലേക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് കുറച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കായ് പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഓയിലാണ് വേണ്ടത്. ഫ്ലേവർ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. മൈദ ഇല്ലേ അതൊന്ന് ഫൈനായിട്ടൊന്ന് അരിച്ചെടുക്കാം. ദെൻ അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ മിക്സ് ഒന്ന് അരിച്ചെടുത്ത മിക്സി നമുക്ക് കുറച്ചായിട്ട് നമുക്ക് നമ്മൾ മുട്ട ബീറ്റ് ചെയ്തതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ദെൻ നമുക്കതൊന്ന് പാനിലേക്ക് പാർന്ന് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടിയിലൊരു പാത്രം എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ക്രീം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ മാക്ടോപ്പിൻ്റെ വൈപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ കേക്ക് വെക്കാം. കേക്കിൻ്റെ സ്പോഞ്ച് വെച്ച് കൊടുക്കുക. അതിലേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് അതേപോലെ തന്നെ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചധികം മിൽക്ക് ചേർക്കുന്നുണ്ട്. കുറച്ച് സ്പോഞ്ച് കൂടുതലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്, മെൽട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ വൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ചേർത്ത് കൊടുക്കാം. ദെൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡെക്കറേറ്റ്